ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ ദേശീയപാതയിലെ കാലിക്കടവ് ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങി. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതുമൂലം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ, ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിക്കടുത്തുള്ള പിലിക്കോട് കാലിക്കടവ് ടൗണിനെ ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ട് മുക്കി. കനത്ത മഴയിൽ കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ചൊവ്വാഴ്ച രാവിലെ 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് കാലിക്കടവ് ജംഗ്ഷനിൽ ഗതാഗത തടസ്സത്തിനും കാരണമായി. ബസ് ഉൾപ്പെടെ ദേശീയപാതയിലൂടെ പോകേണ്ട വാഹനങ്ങളും തൃക്കരിപ്പൂർ വഴി പോകേണ്ട വാഹനങ്ങളും പഴയ പാതയിൽ നിർത്തിയിടുകയായിരുന്നു. തുടർന്ന് പഴയ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി യന്ത്രക്കൈ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിച്ച് ഗതാഗതം തിരിച്ചുവിടുകയായിരുന്നു. കാലിക്കടവിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ദേശീയപാത നിർമ്മാണം നടന്നുവരുന്നതിന്റെ ഭാഗമായുള്ള സർവീസ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ മുങ്ങി ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും തകരാറിലായി. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളം വലിച്ചു കൊണ്ടുപോയെങ്കിലും ആദ്യ മഴയിൽ തന്നെ കടകളിലേക്ക് വെള്ളം കയറിയത് വ്യാപാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാലിക്കടവ് ടൗണിൽ നിന്നും കരിവെള്ളൂർ ഭാഗത്തേക്ക് നിർമ്മിച്ച സർവീസ് റോഡിനോട് ചേർന്ന് ഓവുചാൽ പണിയാൻ കാലതാമസമെടുത്തതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കാലം തെറ്റി വന്ന ഒരു മഴ നമ്മളെ വ്യാപാരികളെ, കാലിക്കടവ് ടൗണിലെ വ്യാപാരികളെ വളരെയധികം വിഷമത്തിലാക്കിയിട്ടായിരുന്നത്. പിന്നെ ഹൈവേ മൊത്തം വെള്ളക്കെട്ടിൽ മുങ്ങിയിട്ടായിരുന്നത്. കടയിലേക്ക്, ഷട്ടറിൻ്റെ അടിയിലേക്ക് കൂടി വെള്ളം കയറി. അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടാതൊരു അപാകതയുണ്ട്. കഴിഞ്ഞ തവണ തന്നെ 3 ദിവസം കട തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് അധികൃതർ വന്ന് ശാശ്വതമായ ചില പരിഹാരങ്ങൾ ചെയ്തുവെങ്കിലും വീണ്ടും ഈ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഈ കാലവർഷത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കാലിക്കടവിലെ വ്യാപാരികൾ. ഇന്ന് തീരെ കട തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടിയൊക്കെ, ടാങ്കർ ലോറിയൊക്കെ വന്ന് വെള്ളം അടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും ഈ മഴ തോരാതെ പെയ്യുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വ്യാപാരികൾ. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് മുതൽ തൃക്കരിപ്പൂർ റോഡ് ജംഗ്ഷൻ വരെ 200 മീറ്റർ നീളത്തിൽ ഓവുചാൽ നിർമ്മാണം ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്നില്ലെങ്കിൽ കാലവർഷം ആരംഭിക്കുകയും കടകളിലേക്ക് വെള്ളം കയറി കൂടുതൽ നാശനഷ്ടമുണ്ടാവുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ഉറുമേസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.